ഗായ്സ്, എല്ലാവർക്കും നിംബി ബീച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അരങ്ങേറ്റത്തിന് വേണ്ടി രാവിലെ എണീറ്റ് ഞാൻ ഈശോടൊക്കെ പ്രാർത്ഥിച്ചു. അവിടെ എത്തി അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയായിരുന്നു എന്നെ കാണാനായിട്ട്. അപ്പം നല്ലപോലെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ്, നല്ല കട്ടിയിൽ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ആങ്കിൾ ചെയ്തത് കേട്ടോ. പിന്നെ ആ ആങ്കിളുടെ അടുത്തേക്കായിരുന്നു ആദ്യം പോണത്. പിന്നെ ഞാൻ മുടി കെട്ടാൻ തുടങ്ങി. മുടി ആദ്യമായിട്ടാണ് ഇത്ര തിക്കിൽ ഞാൻ കെട്ടണത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ മുടിയൊക്കെ നല്ലപോലെ കെട്ടിത്തന്നു. പിന്നെ വലിയ മുടിയൊക്കെ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആദ്യമായിട്ടാണ് വെക്കണ കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ മുടി അങ്ങനെ വെച്ച് കണ്ടപ്പോൾ. പിന്നെ മെടഞ്ഞ് തന്നു. വലിയ മുടിയായ കാരണം ഇത്തിരി ടൈം എടുത്തു കേട്ടോ മെടയാനായിട്ട്. അപ്പോൾ മെടഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് കുറച്ച് നേരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഞാൻ ഈ അങ്കിളുടെ അടുത്തേക്ക് പോയി. ആ അങ്കിൾ നല്ലപോലെ എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തന്നു. പിന്നെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഇട്ടാണ് കേട്ടോ. നല്ല രസമുള്ള കോസ്റ്റ്യൂം തന്നെയായിരുന്നു. അപ്പോൾ ഗ്രീനും പിങ്കും ആണ് കളർ കേട്ടോ. അപ്പോൾ സാരി പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന കാരണം അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അധികം ഇതിനെക്കുറിച്ച് കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ആൻറ്റിയാണ് എനിക്ക് ചെയ്ത് തന്നത് കേട്ടോ, കോസ്റ്റ്യൂം ഇട്ട് തന്നത്. നന്നായി സൂചിയൊക്കെ കുത്തി. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയായിരുന്നു. ശേഷം ഓർണമെൻറ്റ്സൊക്കെ ഇട്ടു. പിന്നെ മാല അങ്ങോട്ട് അധികം ഇളകാടിരിക്കാനായിട്ട് സൂചിയൊക്കെ കുത്തി തന്നു. ഞാൻ അമ്മേരെ കൂടെ ഫോട്ടോ എടുത്തു. അരമണ്ഡലം സ്റ്റെപ്പ് ചെയ്തു. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളായിരുന്നു കേട്ടോ. പിന്നെ അൾത്തയാണ് കേട്ടോ ഇട്ടത്. അതായത് മിക്ക ഡാൻസിൽ അൾത്ത തന്നെയാണ് ഇടാറ്. അപ്പോൾ അൾത്ത ഇട്ടു. ഇങ്ങനെയായിരുന്നു കേട്ടോ അൾത്ത ഇട്ട് തന്നത്. പിന്നെ എനിക്ക് ആ ഒരു ഇതിൻ്റെ കമ്മലിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ കൂടെ ഒരു കുട്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ആരാധ്യ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആരാധ്യ എൻ്റെ ഫ്രണ്ടാണ്. ആരാധ്യ ചേച്ചിയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ അമ്മയും എൻ്റെ അമ്മയും ഭയങ്കര ഫ്രണ്ടാണ് കേട്ടോ. അത് കാരണമാണ് ഞങ്ങൾ ഫ്രണ്ടായത്. ഞങ്ങൾ കുറേ നേരം പ്രാക്ടീസ് ചെയ്തൊന്നുമില്ല. അതിന് ശേഷം ഞങ്ങൾ പോസൊന്ന് നോക്കിയിട്ടോ. ഞാനാണ് എല്ലാവർക്കും കറക്റ്റ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ പോസൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. നല്ല പേടിപ്പിക്കണ പോലെയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഞാൻ ചെയ്തു. എന്നിട്ടും മുൻമണ്ഡലം അരമണ്ഡലം ഒക്കെ ഇരുന്ന് ചെയ്യണം കേട്ടോ. പിന്നെ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയും ഇരുന്നിട്ടുള്ള ഫോട്ടോയും എല്ലാം ചെയ്തു. പിന്നെ പോസ് ചെയ്യാനായിട്ട് ഞാൻ വരിയിൽ നിന്നു. ഞാൻ പോസ് ചെയ്തു. പോസൊക്കെ നല്ലപോലെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ മാഷ്. അപ്പോൾ പോസൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അമ്പലനടയിൽ ജസ്റ്റ് ഒന്ന് നടന്നു കേട്ടോ. അങ്ങോട്ട് അറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നു. എൻ്റെ ഒപ്പത്തിലുള്ള ഒരു പാർവതി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ളവരിങ്ങനെ നടക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചലങ്കൊക്കെ പിടിച്ചിട്ടാണ് നടക്കണത്. അപ്പം എല്ലാവരും എന്നെ നോക്കുകയാണ് കേട്ടോ. കാരണം ഡാൻസ് കളിക്കാനുള്ള ഒരു കോസ്റ്റ്യൂമും ഇട്ടിട്ടാണല്ലോ ഞാൻ നടക്കണത്. അത് കാരണം എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ ഇല്ലേ, എവിടേക്കെങ്കിലും പോയേനി അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ അറ്റത്തേക്ക് നടന്ന്. അപ്പോൾ കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.
പിന്നെ ഞാൻ പറഞ്ഞ പാർവതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും എന്നെ കണ്ടാലും മനസ്സിലാവില്ല, അത്രയും തിക്കായിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനാണോ അതോ പാർവതിയാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നടക്കിയിട്ട് ഉള്ളിക്കൂടെ തിരിഞ്ഞു നോക്കാൻ പറയുന്നു കേട്ടോ. ഉള്ളിക്കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാനല്ലേ ചെയ്യണത്, അത് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ പാർവതിയുടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പോൾ പാർവതിയുടെ ചേച്ചിയുടെ കൂടെ കുറച്ച് ടൈം ഞങ്ങൾ നടന്നു. പിന്നെ എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ചെരുപ്പ് ഊരിയിട്ട് നടന്നുണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചലങ്കൊക്കെ പിടിച്ച് ഞങ്ങൾ വരിയായിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിൽക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ്. സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്നു, ഒന്ന് നിൽക്കാൻ പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് പോണ വഴി നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ മാമയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഓർണമെൻറ്റ്സ് മാമിയും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഊരിയത് കേട്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി. അങ്ങനെ 2 മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു പ്രൊമോ വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാനും പാർവതി അല്ലാണ്ട് വേറെ ആരും മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ആ ഒരു ഡ്രസ്സൊക്കെ മടക്കി വെച്ചു ഞങ്ങൾ. താങ്ക് യു.